അത്ര വലിയ ത്യാഗിയാണെങ്കിലും മമതയുണ്ടെങ്കിൽ ആ ത്യാഗത്തിൽ ഒരു നിഴൽ വീഴുമെന്നുള്ളത് സംശയമില്ല. അതാണ് ഭീഷ്മരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാം ഉപേക്ഷിച്ചിട്ടും രാജ്യവും ഈ രാജസ്ഥാനവും എല്ലാം ഉപേക്ഷിച്ചിട്ട് കൂടി ഒരു വിധത്തിൽ അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ലായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഇടപെട്ടിരുന്നു. അംബാലികയുടെ ആ വിവാഹം, അതിൻ്റെ ആ സ്വയംവര വേദിയിൽ കടന്നു ചെന്നത് വിചിത്രവീരന് പകരം അദ്ദേഹമാണ് ചെല്ലുന്നത്. അങ്ങനെ പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഈ ഭരണകാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ കിരീടമില്ലാത്ത രാജാവായിരുന്നു ഭീഷ്മർ. അതെല്ലാം ഉപേക്ഷിച്ചുവെങ്കിലും ഉപേക്ഷിക്കാത്തൊരു ഭാവം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ആ മമത. ഈ മമതയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം. പിന്നെ ഭീഷ്മരുടെ ഈ ത്യാഗം കൊണ്ട് എന്ത് സംഭവിച്ചു? ഒരു വംശം, 2 വംശങ്ങൾ, അതായത് പാണ്ഡവരുടെയും കൗരവന്മാരുടെ 2 വംശങ്ങളുണ്ടായി, മഹാഭാരത യുദ്ധം ഉണ്ടായി. ആ ത്യാഗം രാജ്യത്തിന് ഗുണം ചെയ്തില്ല. ഒരു രാജ്യത്തിന് ഗുണം വരുന്ന രീതിയിലുള്ളൊരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ പോയതാണ് ഭീഷ്മരുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യം തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഇതിലൂടെയൊക്കെ ഒരുപാട് കഥകൾ പഠിക്കാനുണ്ട്, കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിലും പ്രയോജനപ്പെടും, നമുക്കൊക്കെ പ്രയോജനപ്പെടുന്നതാണിത്.